എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ സുക്ക. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് സവോള വറുത്ത് കോരിയെടുക്കണം. 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ സവോളയും ഒന്ന് വെള്ള കളറിലെ സവോളയുമാണ്. കനം കുറച്ചരിഞ്ഞെടുത്ത സവോളയെ കൈകൊണ്ടൊന്ന് ഞെരടി എതളെതളാക്കിയെടുത്ത് 5 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനാണ് മൈക്രോവേവിൽ വെക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും മൈക്രോവേവിലിരുന്ന് പകുതി വേവായി കിട്ടും. പിന്നെ എണ്ണയിൽ കിടന്ന് വേഗം മൂത്ത് കിട്ടും. ഉള്ളി ഇപ്പം പകുതി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. ഉള്ളി വറുക്കാനായി സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉള്ളി മൈക്രോവേവിൽ വെച്ച് കുറച്ച് സോഫ്റ്റ് ആയതിനു ശേഷം ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇതുപോലെ കളർ മാറിയാൽ ഉടൻ സ്റ്റൗ ഓഫാക്കി പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മൈക്രോവേവിൽ വെക്കുകയാണെങ്കിൽ ഉള്ളി അധികം വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. ഉള്ളി നേരിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ സമയം കുറച്ചധികം എടുക്കുമെന്നേ ഉള്ളൂ. നമ്മൾ ഉള്ളിയെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഈ ചൂടിലിരുന്ന് കുറച്ചുകൂടെ കളർ മാറും. ഇനിയും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇതിപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാലപ്പൊടിയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. മസാലകളെല്ലാം ഇട്ടതിന് ശേഷം ചിക്കൻ്റെ എല്ലാ വശവും മസാലയാകും വിധം ഇളക്കി യോജിപ്പിക്കാം. കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുന്നതാണ് നല്ലത്. എന്നാലേ മസാല എല്ലായിടത്തും ഒരുപോലെ ആകൂ. ഇനിയും ചിക്കൻ 1 മണിക്കൂർ മസാല പിടിക്കാനായി ഫ്രിഡ്ജിൽ മാറ്റിവെക്കാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കണം. മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ വശവും ചൂടാകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ വശവും ചൂടായി കഴിഞ്ഞാൽ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. അപ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ വെന്തുകൊള്ളും. അതോടൊപ്പം വറുത്തുകോരിയ ഉള്ളിയിൽ നിന്നുള്ള എണ്ണയും ഇറങ്ങും. ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഉള്ളിയിലെ എണ്ണ ഇറങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്തത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ സുക്ക റെഡിയായി. ഇനിയും സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.